ഇന്ന് ഉച്ചയ്ക്ക് തോരൻ വയ്ക്കാനായിട്ട് ഒരു വാഴച്ചുണ്ട് നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് സ്നാക്സായിട്ട് കഴിക്കാനായിട്ട് പഴുത്ത 2 പപ്പായയും എടുത്തിട്ടുണ്ട്. കറിക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകും കറിവേപ്പില കുറച്ച് കൂടുതലും എടുത്തിട്ടുണ്ട്. നമ്മുടെ കുറ്റി കുരുമുളകെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം പറിച്ചെടുത്തായിരുന്നു. അതിൻ്റെ ചുവട്ടിൽ കുറച്ച് പച്ചക്കറി വേസ്റ്റ് ഇട്ട് കൊടുത്തു. ഇന്ന് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് കാന്താരി മുളക് പറിച്ച് ഉപ്പിലിടാനാണ്. നേരത്തെ തന്നെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ കുറച്ചും കൂടി ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നിറച്ച് കാന്താരി നിൽപ്പുണ്ട്. എന്നാൽ പിന്നെ ഉപ്പിലിട്ടേക്കാമെന്ന് വിചാരിച്ചു. ഡെയിലി നമ്മൾ കറിക്ക് ആവശ്യത്തിന് പറിച്ചെടുക്കാറുണ്ട് കാന്താരിയും പച്ചമുളകും എല്ലാം. ദേ നിൽക്കുന്നതൊക്കെ പച്ചമുളക് നമ്മളെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്. ദേ ദൂരത്ത് ഒരു കാന്താരി ചെടി കൂടെ ഉണ്ട്. ഈ 2 കാന്താരി ചെടി മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. ബാക്കിയെല്ലാം പോയി. അതേ അപ്പോൾ നമ്മൾ അതിൽ നിന്നുള്ള ഇത്രയും കാന്താരിയും പച്ചമുളകും പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഉപ്പിലിടാൻ വേണ്ടിയിട്ട് ആദ്യമേ കാന്താരി നല്ലപോലെ കഴുകി വൃത്തിയായിട്ട് തുടച്ചെടുക്കണം. വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. ഒരു വൃത്തിയാക്കി ഉണങ്ങിയ ചില്ലുകുപ്പിയിലേക്ക് നമുക്കത് ഇട്ട് കൊടുക്കാം. കല്ലുപ്പ് കയ്യിലുള്ളവർ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കല്ലുപ്പ് ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ അതില്ലാതിരുന്ന കാരണം വെള്ളം തിളപ്പിച്ചപ്പോൾ ഞാൻ ഉപ്പിട്ട് തിളപ്പിച്ച് അത് തണുപ്പിച്ചതാണ് കുപ്പിയിൽ ഒഴിച്ചേക്കുന്നത്. തിളപ്പിച്ചാറിയ വെള്ളവും വിനാഗിരിയും സമാസമമാണ് എടുക്കേണ്ടത്. ഉപ്പ് കുറച്ച് കൂടുതൽ ഇടുക. സാധാ ഉപ്പിനേലും നമുക്ക് നല്ലത് കല്ലുപ്പാണ്. വിനാഗിരി മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വർഷങ്ങളോളം കേടുകൂടാതിരിക്കും. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കൂടുതലും തിളപ്പിച്ചാറിയ വെള്ളവും അതിലേക്ക് കുറച്ച് വിനാഗിരിയാണ് ചേർത്തിരിക്കുന്നത്. വിനാഗിരി അധികം യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാം. നമുക്ക് ഒരുപാടില്ലല്ലോ കാന്താരി, അപ്പോൾ പറിക്കുന്നതനുസരിച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നത്. എന്നിട്ട് കുറച്ച് വിനാഗിരിയും അഥവാ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളവും ചേർക്കും. ഇത് നമ്മുടെ കറിയൊന്നും ഇല്ലാത്ത ടൈമിൽ ജസ്റ്റ് ഒരു 2 എണ്ണം എടുത്ത് നമുക്ക് ചോറുണ്ണാനൊക്കെ വളരെ നല്ലതാണ്. ഇവിടെ അച്ചാറിടുമ്പോൾ എല്ലാം ഈ കാന്താരി എടുത്ത് യൂസ് ചെയ്യാറുണ്ട്. കാന്താരി ഉപയോഗിക്കാൻ എടുക്കുമ്പോൾ നനവില്ലാത്ത സ്പൂണ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ കാന്താരി ചീത്താവാൻ സാധ്യതയുണ്ട്.